ഹലോ, സൺഡേ ആയിട്ടേ വൈകിട്ട് പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്യാബേജ് തോരനും നല്ല കുടംപുളി ഇട്ട മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു ബിരിയാണി ക്രേവിങ്സ് വന്നു. ചേട്ടായിക്ക് വന്ന ക്രേവിങ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ചേട്ടായി അടുക്കളയിൽ കയറി. ഞാൻ ദേ കുറച്ച് വാഷിങ്ങും കട്ടിങ്ങും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേരള ഷോപ്പിൽ നിന്ന് കുറേ നാടൻ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. UK നമുക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളിലെല്ലാം കിട്ടും. അപ്പോൾ കഴിക്കാൻ തോന്നിയ കുറേ ഐറ്റംസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചപ്പോഴത്തേക്കും ഇവിടെ ബിരിയാണീൻ്റെ കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ സാധനങ്ങളും അടുപ്പിനോട് അടുത്തതുകൊണ്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി കിച്ചണിലെ പരിപാടി ഞാൻ നോക്കിക്കോളാം, നീ എന്തായാലും പോയിട്ട് കാണാനൊരു മൂവിയൊക്കെ സെറ്റാക്കുക, ഇന്ന് നമുക്കൊരു മൂവി നൈറ്റ് ആക്കാം. അതെന്തായാലും അടിപൊളിയായല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോണിലോട്ട് വന്ന് നമ്മുടെ TV ഒരു മൂവിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ബാക്കി എല്ലാ മൂവീസും ഞങ്ങൾ ഈ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ടു തീർത്തത് കൊണ്ട് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു മൂവിയാണ് ഞാൻ സെറ്റാക്കിയത്. അപ്പോഴത്തേക്കും തന്നെ ഞാനിതൊക്കെ റെഡിയാക്കുന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ ആള് നല്ല അടിപ്പൻ ബിരിയാണി ആയിട്ട് വന്നു കേട്ടോ. ഈ വരവ് കണ്ടപ്പോൾ തന്നെ നല്ല കൊതി വന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ മൂവിയൊക്കെ കണ്ട് ഞങ്ങളുടെ ഈ ഒരു മൂവി നൈറ്റ് അങ്ങോട്ട് ആഘോഷിച്ചു. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതി. വരേക്കും ബൈ ബൈ.